സെൻട്രൽ ഗവൺമെൻറ്റും ഞങ്ങളും തമ്മിലുള്ള റിലേഷൻ്റെ കാര്യത്തിൽ ആശയപരമായും ഭരണപരമായും തമ്മിലുള്ള ബന്ധം നമുക്കറിയാമല്ലോ. ഒരേ പാർട്ടി ആയതുകൊണ്ട് തന്നെ ആശയപരമായും ഒരുമിച്ച് പോകുന്നുണ്ട്, ഭരണപരമായും പോകുന്നുണ്ട്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും അഡ്വൈസ് തേടി തന്നെയാണ് പോകുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ആശയപരമായിട്ട് വ്യത്യസ്ത അഭിപ്രായമുണ്ട്. പക്ഷേ ഇതുവരെയും അതിൽ വലിയൊരു ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസിൻ്റെ കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. എന്നാൽ ചില കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സെൻട്രൽ ഗവൺമെൻറ് പ്രധാനമന്ത്രി ആവാസ് യോജന, സംസ്ഥാന ഗവൺമെൻറ് പ്രധാനമന്ത്രി ആവാസ് യോജന, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയുണ്ട്. അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഒപ്പിട്ടില്ല. രണ്ടാം ഘട്ടത്തിൽ ഒപ്പിടാത്തത് കൊണ്ട് തന്നെ കേരളത്തിൽ ആ പദ്ധതി നടപ്പിലാക്കാത്തതുകൊണ്ട് ആയിരക്കണക്കിന് പേർക്ക് സൗജന്യമായി വീട് ലഭിക്കുന്നില്ല. അവരൊക്കെ തന്നെ കടവരാന്തിയിൽ ഉൾപ്പെടെയാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം കോർപ്പറേഷനിൽ ഫണ്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരിന് ഫണ്ടുണ്ട്. അപ്പോൾ കോർപ്പറേഷൻ തന്നെ മുൻകഴി എടുത്തുകൊണ്ട് കോർപ്പറേഷൻ്റെ ഫണ്ട് മറ്റ് CSR ഫണ്ടൊക്കെ കൂടെ സംഘടിപ്പിച്ച് കുറച്ച് പേർക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ കൗൺസിൽ ഇത് പാസ്സാക്കി, ബഡ്ജറ്റിലും പാസ്സാക്കി. പക്ഷേ DPC ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി ഞങ്ങൾക്ക് അതിന് അപ്രൂവൽ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2000 പേർക്ക് വീട് കൊടുക്കുവാനുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്, പണവുമുണ്ട്. അപ്പോഴേക്കും അപ്രൂവൽ കിട്ടാത്തതുകൊണ്ട് അത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അത് ആശയപരമായിട്ടുള്ള വ്യത്യാസം കൊണ്ടാണ്. അപ്പോൾ വളരെ വലിയ കംപ്ലയിൻ്റ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ഇതുപോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരുന്നുവെങ്കിൽ 100 കണക്കിന് സ്കൂളുകൾക്ക്, കേരളത്തിലെ സ്കൂളുകൾക്ക് കോടിക്കണക്കിന് രൂപ കിട്ടിയേനെ. ആ പണം വാങ്ങിയിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുതിയ തരത്തിലുള്ള എല്ലാ സാങ്കേതിക വിദ്യകളും, സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വളരെ മിടുമിടുക്കരായിട്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ വളർന്നു വന്നതിനെ മറ്റുള്ള സംസ്ഥാനങ്ങൾ പലതും അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അഖിലേന്ത്യാ മത്സര പരീക്ഷകളിൽ നമ്മുടെ കുട്ടികൾ ആ കുട്ടികൾ ഒരുമിച്ചാണ് പരീക്ഷ എഴുതുന്നത്. ആശയപരമായിട്ടുള്ളൊരു അഭിപ്രായ വ്യത്യാസം ഉള്ളത് കൊണ്ട് സംസ്ഥാന സർക്കാർ അതിൽ ഒപ്പിടുന്നില്ല.